ഇന്ന് മുതിരയും വാഴക്കൂമ്പും ചേർത്തിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. വാഴക്കൂമ്പിന് കുടപ്പൻ എന്നും പറയാറുണ്ട്. ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത മുതിരയാണിത്. 1 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് കരുതിയതാ, പക്ഷേ നടന്നില്ല. പ്രഷർ കുക്ക് ചെയ്യുവാണെങ്കിൽ 1 മണിക്കൂർ സോക്ക് ചെയ്താൽ മതി. ഒരുപാട് കുതിർന്നതുകൊണ്ട് പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് വേകും. ഇവിടെ മുതിര കുറച്ച് കൂടുതൽ സമയം സോക്ക് ചെയ്ത് പോയതുകൊണ്ട് പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ സാധാരണയിലും കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെളുത്തുള്ളി ആദ്യം ഒന്ന് ചതച്ചെടുക്കണം. വലിയ വെളുത്തുള്ളിയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ 1-2 എടുത്താൽ മതി. വെളുത്തുള്ളി ചോപ്പ് ചെയ്തിടുന്നതിനേക്കാൾ നല്ലത് ഇതേമാതിരി ചതയ്ക്കുന്നതാണ്. മുതിര ഒന്നുകൂടി കഴുകിയതിനു ശേഷം വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ചതച്ചു വെച്ച് വെളുത്തുള്ളി കൂടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർക്കാം. എരിവുള്ള മുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ടു കൊടുക്കുന്നത്. കുറച്ചുപ്പ് കൂടി ചേർക്കാം. 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കൂടുതൽ വേണ്ട. മുതിര നല്ലതുപോലെ കുതിർന്നിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വേകും. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കണം. അതിനുശേഷം ഒരു 4 വിസിൽ വരെ വേവിച്ചു. അങ്ങനെ എല്ലാം കൂടി ഒരു 5 വിസിൽസിനാണ് വേവിച്ചത്. പ്രഷർ കുക്കർ മാറ്റി വയ്ക്കാം. ഇനി അതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോകുന്നതിനിടയിൽ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. വാഴക്കൂമ്പിൻ്റെ ആദ്യത്തെ കുറച്ച് ലെയേഴ്സ് കളയാം. അതിനുശേഷം കഴുകി തുടച്ചെടുക്കണം. എന്നാൽ മാത്രമേ വൃത്തിയാകുകയുള്ളൂ. ഇനി കയ്യിൽ നിറയെ വെളിച്ചെണ്ണ പുരട്ടണം. വെളിച്ചെണ്ണ പുരട്ടിയെന്ന് കരുതി കയ്യിൽ കറയാകാതെയൊന്നും ഇരിക്കില്ല. കയ്യിൽ നല്ലപോലെ കറ പിടിക്കും. അത് കളയാൻ ഒരു മാർഗമുണ്ട്. കുക്കിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു വാഷ് ബേസിൻ ഹാർപ്പിക് വെച്ചിട്ട് കഴുകണം. സ്ക്രബ്ബർ ഉണ്ടെങ്കിലും കയ്യിൽ ഹാർപ്പിക് ആകുമല്ലോ, അപ്പോൾ ഈ കറയൊക്കെ അങ്ങ് പോകും. ഇത് ഞാൻ ആക്സിഡൻ്റലി കണ്ടുപിടിച്ച ഒരു കാര്യമാണ് കേട്ടോ. പിന്നീട് വാഴക്കൂമ്പ് കിട്ടുമ്പോഴൊക്കെ ഞാനിത് ചെയ്യാറുണ്ട്. നുറുക്കി വെച്ചിരിക്കുന്ന വാഴക്കൂമ്പിൽ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം. ഇനി കുക്കർ ഓപ്പൺ ചെയ്യാം. മുതിര വേവിച്ച വെള്ളം ആവശ്യമാണ്, അത് വറ്റിച്ച് കളയരുത്. കാരണം വാഴക്കൂമ്പ് വേവിച്ചെടുക്കേണ്ടത് ഈ വെള്ളത്തിലാണ്. വേറെ പച്ചവെള്ളം തളിച്ചു കൊടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഗുണം ഈ മുതിര വേവിച്ച വെള്ളമാണ്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത്, ഉണക്കമുളക്, കറിവേപ്പില, പച്ചമുളക് ഇത്രയും കൂടി ഇട്ടുകൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ കളർ ചേഞ്ച് വരുന്നത് വരെ വഴറ്റണം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കണം. കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റണം. പൊടികളുടെ റോ ടേസ്റ്റും പോയി കിട്ടും. ഇനി ചിരകിയ തേങ്ങ ചേർക്കാം. തേങ്ങയും അരപ്പുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. തേങ്ങ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇവിടെ തേങ്ങ ചിരകിയത് അതേപടി ഞാൻ ഇട്ട് കൊടുക്കുക ചെയ്തത്. ഒതുക്കിയൊന്നും എടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല, നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കയ്യിലെ കറ മാറ്റാനുള്ള സൂത്രമൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ? അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടാക്കണം കേട്ടോ. കയ്യിൽ കറയാകുന്നതാണ് എല്ലാവരുടെയും പ്രശ്നം. വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര അതിൽ കിടക്കുന്ന വെള്ളത്തോടുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുതിര വേവിച്ച വെള്ളം കൂടി ചേരുമ്പോഴാണ് തോരൻ കൂടുതൽ ടേസ്റ്റി ആകുന്നത്. തേങ്ങയുടെ അരപ്പുമായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നുറുക്കി വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും ചേർക്കാം. ഉപ്പ് കുറച്ചുകൂടി ചേർക്കണം. മുതിര പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ഉപ്പ് ചേർക്കണം. വാഴക്കൂമ്പ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എൻ്റെ കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. മുതിരയും പയറുമൊക്കെ സോക്ക് ചെയ്തതിന് ശേഷം വേവിക്കുന്നതിന് അതിൻ്റേതായ ഹെൽത്ത് ബെനഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ്
കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണമെന്ന് പറയുന്നത്. വാഴക്കൂമ്പും മുതിരയും തേങ്ങയുടെ അരപ്പും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ചീനച്ചട്ടിയുടെ സെൻറ്ററിലേക്ക് ഒതുക്കി വെക്കണം. അതിനുശേഷം ഇഡ്ലിച്ചെമ്പിൻ്റെ അടപ്പില്ലേ, അത് വെച്ചിട്ട് നല്ലതുപോലെ അടയ്ക്കണം. ഒരു 2 പ്രാവശ്യം കൂടി തുറന്ന് ഇളക്കി കൊടുത്തും അടച്ചും വേവിക്കണം. സിമ്മറിൽ കിടന്ന് സാവകാശം അത് വേകും. ഹൈ ഫ്ലെയിമിൽ ഒറ്റയടിക്ക് വേവിച്ചെടുക്കാൻ നോക്കരുത്. അങ്ങനെ ചെയ്താൽ അതിലെ വെള്ളം പെട്ടെന്ന് വറ്റി കരിഞ്ഞു പിടിക്കും. സിമ്മറിൽ കിടന്ന് ഉള്ള വെള്ളത്തിൽ സാവകാശം വേകും. ഞാൻ പറഞ്ഞതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ രീതിയിൽ ചെയ്തെടുക്കുവാണെങ്കിൽ തോരൻ കുഴഞ്ഞു പോവുകയേയില്ല. ചോറുണ്ണാൻ തൈരും ഈ ഒരു തോരനും മാത്രം മതി. നല്ലൊരു കോമ്പിനേഷനാണിത് കേട്ടോ. വാഴക്കൂമ്പും വാഴപ്പിണ്ടിയുമൊക്കെ ഫൈബർ റിച്ചാണ്. ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണ സാധനമാണ്. തോരൻ തയ്യാറായി കഴിഞ്ഞു. ഞാനത് ചീനച്ചട്ടിയുടെ സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം.